അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ ഓർമ്മിച്ചു പോകുന്നത് നല്ലതാണല്ലോ. ഇപ്പൊ കരുണാകരനെ പോലെയൊക്കെ ഇരിക്കുന്നവർ ഈ വേദിയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്ന അധിക പ്രസംഗമാണെന്ന് പറയാം. പക്ഷെ എന്നെ പോലെ സാധാരണക്കാരായിട്ട് ഒന്നും അറിയത്തില്ലാതിരിക്കുന്നവരും അല്ലെ കുറച്ചൊക്കെ അറിയുന്നവരും കുറച്ചൊക്കെ മറവിയിൽ പോയ പ്രാരാബ്ധമുള്ള വീട്ടമ്മമാരും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറയുകയാണ്. 56 ജൂൺ 22 മുതൽ 24 വരെ തൃശ്ശൂർ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ CPI-യും CPM-ഉം അന്ന് വിഭജനം നടന്നിട്ടില്ല, ഒന്നിച്ചാണ് സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ വരാൻ പോകുന്ന കേരളം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു നയരേഖ ആ സമ്മേളനത്തിന്റെ മേശപ്പുറത്ത് വെച്ചു. നമുക്കറിയാം 2022 നടന്ന പാർട്ടി സമ്മേളനത്തിൽ എറണാകുളത്ത് വെച്ച് നടന്നപ്പോ നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നവകേരളം എങ്ങനെയായിരിക്കണം, നവവൈജ്ഞാനിക കേരളം അടുത്ത 25 വർഷം കൊണ്ട് ഏത് രീതിയിലായിരിക്കും വികസിക്കേണ്ടത് എന്ന് പറയുന്നതിന്റെ ഒരു വികസന നയരേഖ മേശപ്പുറത്ത് വെച്ചു. അതിന്റെ വിശദാംശങ്ങളെല്ലാം നമ്മൾ വായിച്ചു. അതിന്റെ വിശദമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു, പോരാളികളായിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ ചരിത്രത്തിൽ കേരളം ഉണ്ടാകുന്ന സമയത്ത് 30 വർഷത്തെ നെടുനീളൻ സമരത്തിന് ശേഷം ദേശീയ സമരത്തോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ഉൾപ്പെടെ 30 വർഷം നെടുനീളൻ സമരം ഏറ്റെടുത്തു. അങ്ങനെ 30 വർഷത്തെ സമരത്തിന് ശേഷം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം നടക്കാൻ പോകുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനം നടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന്റെ മേശപ്പുറത്ത് ഒരു വികസന അല്ലെങ്കിൽ ഒരു നിർദ്ദേശങ്ങൾ അടങ്ങുന്ന കേരള പ്രവർത്തന രേഖ വെച്ചു. ആ രേഖ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മിക്കവാറും ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമാകാൻ പോകുന്ന കേരളത്തിന്റെ രൂപീകരണത്തെ വളരെ കൃതാർത്ഥതയോടും പ്രതീക്ഷയോടും കൂടിയാണ് കാണുന്നത്. ആ കൃതാർത്ഥതയോടും പ്രതീക്ഷയോടും കൂടി വരാൻ പോകുന്ന കേരളത്തിൽ എന്തെല്ലാം സംഭവിക്കണം, എന്തെല്ലാം ആയിരിക്കണം, കേരളത്തിന്റെ ഭരണത്തിലേക്ക് എത്തുമ്പോൾ ഭരണാധികാരികൾക്ക് ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഭരണാധികാരികൾക്കുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് രേഖകൾ എഴുതി വെച്ചു. അന്ന് ഈ കേരളത്തിന്റെ ജീവവ്യവസ്ഥയെ സഖാവ് EMS നമ്പൂതിരിപ്പാട് വിശകലനം ചെയ്യുന്നത് എപ്പോഴും പറയുന്നത് ജന്മി, നാടുവാഴി, ജാതി, ബന്ധ, വ്യവസ്ഥ. അപ്പൊ ഈ ജന്മി, നാടുവാഴി, ജാതി, ഭൂബന്ധത്തിൽ നിന്ന് ഈ രാജ്യത്തെ, ഈ നാടിനെ വിമോചിപ്പിക്കുകയാണ് ഏക തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഉത്തരവാദിത്വം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വം എന്നാണ് ഒന്നാമത് എഴുതി വെച്ചത്. അങ്ങനെയാണ് ഭൂപരിഷ്കരണം ഒന്നാമതായി ചർച്ച ചെയ്യപ്പെടുന്നത്. രണ്ടാം EMS സർക്കാർ വരുമ്പോഴേക്കും ഭൂപരിഷ്കരണം നമ്മൾ നടപ്പാക്കി. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഈ പാർട്ടി സമ്മേളനം മുന്നോട്ട് വെച്ച മറ്റൊരു നയമാണ് തൊഴിലാളി നയപരിഷ്കരണം. അന്ന് തൊഴിലാളിക്ക് കൂലി ചോദിക്കാൻ പറ്റില്ല, പണിയെടുത്തിട്ട് പോകാം, കിട്ടുന്നത് വാങ്ങി കഴിച്ചിട്ട് പോകാം. നിലത്ത് കുഴി വെട്ടി അതിനകത്ത് കഞ്ഞിയിട്ട് കുടിച്ചിരുന്ന തൊഴിലാളിയിൽ നിന്ന് ഒട്ടൊന്നും വലിയ മാറ്റങ്ങൾ ഇല്ലാത്ത തൊഴിലാളി സംസ്കാരം നിലനിൽക്കുന്ന അന്നത്തെ കാലത്ത് പണിയെടുത്താൽ പണിയെടുത്തിട്ട് പോക്കോണം, കാശ് ചോദിക്കരുത്. പക്ഷെ ആ നിയമം പറഞ്ഞു തൊഴിലാളി വിലപേശി കൂലി ചോദിക്കണം. തൊഴിലാളി വിലപേശി കൂലി ചോദിക്കാനുള്ള അവന്റെ അവകാശം ഉറപ്പിക്കുന്ന നിയമം 1957 മന്ത്രിസഭ കൊണ്ടുവന്നു. 1956 സമ്മേളനത്തിന്റെ നിർദ്ദേശമാണത്. സംഘടിച്ച് തൊഴിലിന് കൂലി പേശണം, സംഘടിച്ച് നിന്ന് പേശണം. അന്ന് സംഘടിച്ച് നിന്ന് കർഷക തൊഴിലാളികളോട് കൂലി പേശാൻ പഠിപ്പിച്ച ആ പ്രസ്ഥാനം, ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വീണ്ടും വീണ്ടും പലവട്ടം പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരുന്നുകൊണ്ട് കേരളത്തിന്റെ ജനതയ്ക്ക് സമരവീര്യം കൊടുത്തപ്പോ, കേരളത്തിന്റെ ജനതയ്ക്ക് ഭരണഘടനാ അടിസ്ഥാനത്തിലുള്ള സ്വന്തം അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള ആർജവത്തിന് പിൻബലം കൊടുത്തപ്പോ, ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ആർക്കാണ് യൂണിയൻ ഇല്ലാത്തത്? ഏത് തൊഴിലാളികൾക്കാണ് യൂണിയൻ ഇല്ലാത്തത്? ഗാർഹിക തൊഴിലാളികൾ, പാചക തൊഴിലാളികൾ, വ്യവസായികൾ, വ്യാപാരികൾ, അധ്യാപകർ, വക്കീലന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ എന്ന് വേണ്ട എല്ലാവർക്കും അവരവരുടെ സ്വഭാവം അനുസരിച്ച് തൊഴിലാളി യൂണിയനുകളായി അത് വെളിച്ചം തരുന്നവർക്കുണ്ട്. KSEB-കാരുടെയൊക്കെ യൂണിയനൊക്കെ എന്ത് ശക്തമാണ് അല്ലെ എന്ന് പറയുന്ന പോലെ ഓരോ യൂണിയനുകളും ശക്തമായി ലിംഗവ്യത്യാസം അനുസരിച്ച്, പദവിക്കനുസരിച്ച് സ്ത്രീകൾക്ക് പ്രത്യേക യൂണിയനുകൾ ഉണ്ടായി.
അങ്ങനെ തൊഴിലാളികൾക്ക് സധൈര്യം സംഘടിച്ചു നിന്നുകൊണ്ട് തങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് ഇവിടെ സ്പേസ് ഉണ്ട്. അങ്ങനെ ആയിരിക്കണം അന്തസ്സായി ജീവിക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അനുസരിച്ച് നട്ടെല്ല് നിവർത്തി നിർത്തി അന്തസ്സായി പണിയെടുത്ത് സ്വന്തം ജീവസന്ധാരണത്തിനുള്ള മാർഗം കണ്ടുപിടിക്കുന്ന രീതിയിലേക്ക് പണിയെടുക്കാൻ ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവകാശം തരുന്നുണ്ട് എങ്കിൽ, അങ്ങനെ അവകാശം തരുന്ന സമയത്ത് നീ പണിയെടുക്കുമ്പോ നിന്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടി നിന്നെ പ്രാപ്തിയാക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ സമയത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലിരിക്കുമ്പോ സർക്കാരും അല്ലാത്ത സമയത്ത് പ്രസ്ഥാനവും ഓരോ ജനങ്ങൾക്കും സപ്പോർട്ട് കൊടുത്താണ് കേരളമായത്. അതേ സമ്മേളനത്തിന്റെ വികസന രേഖയിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട്, ആരോഗ്യത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട്, ഓരോ ജനവിഭാഗങ്ങളും എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്ന നിർദ്ദേശമുണ്ട്. അതിന്റെ മിനിമം പരിപാടിയിൽ പറയുന്നു ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങൾ അനുസരിച്ച് പാർശ്വവൽക്കരിക്കപ്പെടുന്ന, നിരക്ഷരരായിട്ടുള്ള, നിരാലംബരായിട്ടുള്ള എല്ലാ ജനങ്ങളെയും അധിവസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പുതിയ പരിപാടികൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന ജീവിതമാർഗം ഉണ്ടാക്കി കൊടുത്തിരിക്കണം. റിസർവേഷൻ എന്ന് പറയുന്ന ഇടത്തേക്ക് നമ്മൾ എത്തുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് റിസർവേഷൻ കിട്ടുന്നു, അടിസ്ഥാന വിഭാഗങ്ങൾക്ക് റിസർവേഷൻ കിട്ടുന്നു, പഠിക്കാൻ അവർക്ക് റിസർവേഷൻ കിട്ടുന്നു, ജോലിക്ക് റിസർവേഷൻ കിട്ടുന്നു. അങ്ങനെ നിരാലംബരായ ഓരോരുത്തർക്കും റിസർവേഷൻ കൊടുത്ത് കൊണ്ടുവന്ന, ജീവിതത്തിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട്, ബാക്കപ്പ് കൊടുത്തുകൊണ്ട് വന്നപ്പോ കഴിഞ്ഞ 4.5 വർഷം മുമ്പ് നീതി ആയോഗിന്റെ സർവേ നടക്കുമ്പോ കേരളത്തിന്റെ എന്നല്ല ഇന്ത്യയുടെ മൊത്തമായിട്ടുള്ള പട്ടിണി സൂചിയെ കുറിച്ച് കണക്കെടുക്കുമ്പോ കേരളത്തിന്റെ പട്ടിണി സൂചിക വെറും 0.71%. ഞങ്ങൾ ബാക്കപ്പ് ചെയ്യേണ്ട ഒരു വിഭാഗം, പട്ടിണി കിടക്കാതിരിക്കാൻ നമ്മൾ ബാക്കപ്പ് ചെയ്യേണ്ട ഒരു വിഭാഗം ഇവിടെ ഇതാ കേരള ജനസംഖ്യയുടെ 0.71% ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിലിരുന്ന ഓരോരുത്തരോടും ആവശ്യപ്പെട്ടു, നിങ്ങളുടെ വാർഡിൽ പട്ടിണി കിടക്കുന്നവർ എത്ര പേരുണ്ട്? നിങ്ങളുടെ വാർഡിൽ പട്ടിണി കിടക്കുന്നവന് ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എത്ര പേരുണ്ട്? നിങ്ങളുടെ വാർഡിൽ പട്ടിണി കിടക്കുന്നവൻ നടക്കാൻ വേണ്ടി ശാരീരികമായിട്ടുള്ള ആശ്രയത്തിന് വേണ്ടി ആരെങ്കിലും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതെത്ര പേരുണ്ട്? നിങ്ങളുടെ നാട്ടിൽ ഒരാൾക്ക് ഒരു രോഗം വന്നാൽ മരുന്ന് വാങ്ങിക്കാൻ പോകുവാൻ വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കുന്ന എത്ര പേരുണ്ട്? അവൻ അതിദാരിദ്ര്യ പട്ടികയിൽ വരും. അവരെ നമ്മൾക്ക് അതിജീവിപ്പിക്കണം. അങ്ങനെ കേരളം ജീവിപ്പിച്ചിടത്താണ് 2025 നവംബർ 1 എന്ന് പറയുന്നത് ചരിത്രത്തിലേക്ക് എഴുതിയ ഒരു ദിവസമായി മാറുന്നത്. ഇതൊരു പ്രത്യയശാസ്ത്രത്തിന്റെ കടമയാണ്. ഇതൊരു പ്രത്യയശാസ്ത്രത്തിന്റെ തന്നെ കടമയാണ്. ഇത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ എല്ലാവരെയും സമഭാവനയോടെ കണ്ടുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെയും ലോകത്തിന്റെയും പുരോഗതി മുന്നോട്ട് പോവുക എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം വാങ്ങിയെടുത്ത ഇന്ത്യയുടെ പ്രത്യയശാസ്ത്രമാണത്. ഓരോ മനുഷ്യരുടെയും വിമോചനത്തിലും ഓരോ മനുഷ്യരുടെയും അധ്വാനത്തിന് മൂലധനത്തോടൊപ്പം മൂല്യം കൽപ്പിക്കുന്ന രീതിയിലേക്ക് തൊഴിലാളികളുടെ അന്തസ് ഉയർത്തി നിർത്തിക്കൊണ്ട് സർവ്വരാജ്യ തൊഴിലാളികളുടെ പരമാധികാരമാണ് ഈ ലോകത്തിന്റെ വസന്തകാലം എന്ന് പറഞ്ഞിടത്തേക്ക് തൊഴിൽ മാഹാത്മ്യം ഉയർത്തിപ്പിടിക്കുന്ന മാർക്സിയം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളുടെ വലിപ്പമാണത്. ഒപ്പം ചേർന്ന് നിന്ന് ഈ നാടിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇടതുപക്ഷ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ മുന്നണിയിൽ വരുന്ന മറ്റ് ഘടകകക്ഷികളുടെയും നിലപാടിന്റെ വളർച്ചയുടെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. അതൊരു ദിവസം സുപ്രഭാതത്തിൽ വെറുതെ അങ്ങ് പൊട്ടി വീഴുന്നതല്ല. അല്ലെങ്കിൽ ഇന്ന് കേരളത്തെ സമാരാധനായ കലാകാരനായി നിൽക്കുന്ന MP, അതും പേര് പറയരുതെന്ന് പറയോ? സിനിമക്കാരനായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എന്റെ കൂട്ടത്തിൽ ഒരാളല്ലേ, കളിയാക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് പട്ടിണി എന്ന് പറയുന്നത് ദൈവഹിതമാ, അത് ദൈവം തീരുമാനിച്ചതാ, അതങ്ങ് അനുഭവിച്ച് തീർന്നില്ലാതായി പോകുന്നതാണ് മോക്ഷദായകം. അദ്ദേഹം ചുമ്മാ പറഞ്ഞല്ല കേട്ടോ, സുരേഷ് ചേട്ടൻ അത്ര ദൂരക്കേടൊന്നുമില്ല. പക്ഷെ അദ്ദേഹം അത് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാ പേര് പറഞ്ഞു എന്ന് ഇവിടെ പേര് പറയും. അദ്ദേഹം അത് അത്ര രസമായിട്ട് അങ്ങ് പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ചാ അദ്ദേഹം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പൊ എന്നെ ഇവിടെ പറഞ്ഞില്ലേ സഹയാത്രിക എന്ന്, കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സഹയാത്രിക എന്ന് പറഞ്ഞില്ലേ. കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സഹയാത്രിക മാത്രമൊന്നുമല്ല, നല്ല കറ തീർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാണ് ഞാൻ. കോട്ടയം ജില്ലയിലെ കരൂർ പഞ്ചായത്തിൽ എന്റെ പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട്, പാർട്ടി മെമ്പറാണ് ഞാൻ. പക്ഷേ
അതുപോലെ അല്ലാതെ സഹയാത്രികനായി മോദിയുടെ പ്രഭാവം കണ്ടിട്ട് ഇങ്ങനെ സഹയാത്രികനായി സുരേഷ് ഏട്ടൻ അങ്ങ് കയറിപ്പോയപ്പോ വിചാരധാരയുടെ അറ്റത്ത് ആരോ എന്തോ പറഞ്ഞത് പുള്ളി കേട്ടു. മുഴുവൻ വായിച്ചു എന്നൊന്നും എനിക്ക് ഉറപ്പില്ല, പക്ഷെ ആരോ എന്തോ പറഞ്ഞത് പുള്ളി കേട്ടു. വിചാരധാരയിൽ എഴുതി വെച്ചിട്ടുണ്ട്, പട്ടിണി ദൈവഹിതമാണ്. അത് കഷ്ടപ്പെട്ട് അനുഭവിച്ച് അതിന്റെ എല്ലാ ദുര്യോഗവും അനുഭവിച്ചു പോവുക എന്നുള്ളതാണ് ഈ ലോകത്ത് നമുക്ക് ചെയ്യാനുള്ള മോക്ഷമാർഗം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രത്യയശാസ്ത്രം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന് പറയാൻ ഈ ലോകത്ത് ഏറ്റവും വലിയ ശക്തിയായി, ഏറ്റവും വലിയ ബദലായി, ഏറ്റവും വലിയ സാംസ്കാരിക നൈരേഖയായി ഇന്ത്യൻ ഭരണഘടന പിന്തുടരുന്ന ജനാധിപത്യ സമൂഹമായി കേരളം നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒരാളും പട്ടിണി കിടക്കുന്നില്ല, കിടക്കേണ്ട എന്ന് കേരളത്തിന്റെ സർക്കാർ തീരുമാനിക്കുന്നത്. ആരുടെ ഒപ്പം നിൽക്കണം? ആർക്ക് വോട്ട് ചെയ്യണം? അയൽവക്കത്ത് കാണുന്ന ചേച്ചിക്ക് മതിയോ? 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 ബന്ധുമിത്രാദികൾക്ക് മതിയോ? കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിൽ പോകാൻ സപ്താഹം കൂടെ എല്ലാ ദിവസവും പട്ടിണി ഒന്നിച്ചിരുന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നവരാണ് ഞങ്ങൾ. മതിയോ? പോരാ. വളരെ കൃത്യമായ രാഷ്ട്രീയ ധാരണയോടുകൂടി, സാമൂഹ്യ ഔന്നത്യത്തോടു കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും വലുതാണ്. ഞാൻ നേരത്തെ പറഞ്ഞുപോയി, പട്ടിണിക്കാർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആ പട്ടിണിക്കാരെ ചൂണ്ടിക്കാണിച്ചെടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മെമ്പർമാർക്കാണ്. അവരാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോ എന്താണ് നമ്മുടെ ക്യാമ്പയിൻ എന്ന് പറയുന്നതിന്റെ പ്രത്യയശാസ്ത്രപരമായ ബോധം അവർക്ക് വേണം. അത് നടപ്പിലാക്കാനുള്ള വിദ്യാഭ്യാസം വേണം. ആരെയും കൂസാതെ അത് ഏറ്റെടുക്കാനുള്ള ആർജവം വേണം. ഇത്തരത്തിലൊക്കെ ക്വാളിറ്റി ഉണ്ടാവണം. അങ്ങനെയൊക്കെയുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. നമുക്കറിയാം, ഈ മന്ത്രിസഭ അധികാരത്തിലേക്ക് വരുമ്പോ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോ 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞ അന്ന് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന പാർട്ടിയുടെ സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷ് ഒരു വർഷം 20 പേർക്ക് തൊഴിൽ കൊടുക്കണം എന്ന് പറഞ്ഞൊരു സർവേ നടത്താൻ പറഞ്ഞു. IAS ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു 6 മാസം എടുക്കും സർവേക്ക്. 6 മാസം എടുക്കും സർവേക്ക്. ഒരു വർഷം കൊടുക്കണം 20 ലക്ഷം പേർക്ക് തൊഴിൽ. ഇപ്പൊ സർവേക്ക് 6 മാസം എടുത്താ എത്ര പേര് എങ്ങനെയൊക്കെ എവിടെയൊക്കെ അക്കോമഡേറ്റ് ആവും? ഒന്നും നടക്കൂല. ഗോവിന്ദമാഷർ, നിങ്ങൾ അവിടെ നിൽക്ക്. നേരെ പോയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഗ്രാമസഭയിൽ പറഞ്ഞിട്ട് കുടുംബശ്രീയോട് പറഞ്ഞു, കുടുംബശ്രീയിലെ സ്ത്രീകൾ, പെൺകുട്ടികൾ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അറിയാവുന്നവർ അത് കൈ പിടിച്ചുകൊണ്ട് നേരെ വീടിന്റെ അടുത്തേക്ക് പോയി. വാർഡ് തലത്തിൽ അവരതിന്റെ സർവേ എടുത്തു. ഒരാഴ്ച കൊണ്ട്, അല്ലെ? ഒരാഴ്ച കൊണ്ട് സർവേ പൂർത്തീകരിച്ചു. ഒരാഴ്ച കൊണ്ട് അവർ സർവേ പൂർത്തീകരിച്ചപ്പോ ഇന്ന ജോലികൾ ഉണ്ട് ഇവിടെ കൊടുക്കാൻ, അതിന് ഇന്ന എലിജിബിലിറ്റി ഉള്ളവരെ നിങ്ങൾ കണ്ടെത്തണം എന്ന് പറഞ്ഞ് 20 ലക്ഷം പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാം. എന്റെ തൊഴിൽ, എന്റെ അഭിമാനം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഇവിടെ നടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ഈ പെൺകുട്ടികൾ, ഈ കുടുംബശ്രീയിലെ പ്രവർത്തകർ വന്നിട്ട് തിരിച്ച് മിനിസ്റ്ററോട് പറഞ്ഞു, മന്ത്രിയോട് പറഞ്ഞു, 20 ലക്ഷം അല്ല, 44 പേരുണ്ട് നമ്മുടെ ഇവിടെ. 44 ലക്ഷം പേരുണ്ട് നമ്മുടെ ഇവിടെ. 44 ലക്ഷം പേര് സർക്കാർ പറയുന്ന അർഹതയ്ക്കനുസരിച്ച് ജോലി ചെയ്യാൻ ഇവിടെയുണ്ട്. കേരളത്തിന്റെ സാമൂഹ്യ വളർച്ചയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കേരളത്തിൽ തൊഴിൽ കൊടുക്കുന്നിടത്തേക്ക് 3,02,022 പേർക്ക് PSC വഴി നിയമനം കൊടുത്തു. കേന്ദ്ര സർക്കാർ PSC വഴി നിയമനം കൊടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ശതമാനം കേരളത്തിൽ നിന്ന് കൊടുക്കുന്നു. ഇന്ന് നമുക്കറിയാം, നമ്മുടെ അയൽവക്കങ്ങളിലേക്ക് ഇറങ്ങിയാൽ, നമ്മുടെ ഈ റോഡുകളിലേക്ക് ഇറങ്ങിയാൽ ഒരുപാട് PSC സെന്ററുകളുണ്ട്. പഴയതുപോലെ ഇടക്കാലം അതൊന്നും കാണാനില്ലായിരുന്നു. PSC സെന്ററുകളിൽ കോച്ചിങ് നടത്തുന്നവരുണ്ട്. PSC സെന്ററുകളിലേക്ക് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ സധൈര്യം പോകുന്നുണ്ട്. കാരണം PSC സെന്ററിൽ പോയി കഴിഞ്ഞാൽ സർക്കാർ ജോലി അവർക്ക് കിട്ടും. അങ്ങനെ സർക്കാർ ജോലി കിട്ടുന്ന ഒരു സംസ്കാരം കേരളത്തിലേക്ക് പറിച്ചു നട്ടിട്ട് അല്ലെങ്കിൽ പുനർജീവിപ്പിച്ചിട്ട് ഈ 10 വർഷത്തിന്റെ കാലയളവിലുള്ള ഭരണമേ ഉള്ളൂ. ഈ 10 വർഷത്തിന്റെ കാലയളവിനുള്ളിലാണ് PSC എഴുതിയ ജോലി കൃത്യമായി കിട്ടുമെന്ന് പറയുന്ന ഒരു സംസ്കാരം കേരളത്തിലേക്ക് തിരിച്ചു വന്നത്. ഇന്നത്തെ യുവതി യുവാക്കൾ ഇവിടെ പഠിച്ച് ഇവിടെ ജോലി ചെയ്യാനുള്ള കോൺഫിഡൻസിലേക്ക് അവരെ വളർത്തിയെടുക്കുന്നത് ഇനി പുറം രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവിടുത്തെ അടിമപ്പണി ചെയ്യാനല്ല കേരളത്തിന്റെ തലച്ചോറ്. പകരം നവവൈജ്ഞാനിക വികസിത കേരളത്തിന്റെ സാരഥ്യം എടുക്കുന്നവരുടെ യുവതലമുറയുടെ തലച്ചോറ് ഇവിടെ വേണമെന്ന് അവരെ നോക്കി ഉറക്കെ പറയാൻ, അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കാൻ. ഇനി പഠിച്ചിട്ട് നിൽക്കുന്ന 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർ നിങ്ങൾക്ക് ജോലിയായിട്ടില്ലെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ, കണക്ട് ടു വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് 1000 രൂപ മുതൽ അവർക്കിപ്പോൾ കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ്. 1000 രൂപ മുതൽ അവർക്ക് കിട്ടും.
അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ, ഇന്റർവ്യൂവിന് പോകാൻ, പെട്രോൾ അടിക്കാൻ, ഒന്ന് ബസ് കയറാൻ, അല്ലെ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ, ഒരു ചായ കുടിക്കാൻ മാസം നമ്മളുടെ യുവതി യുവാക്കൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു സർക്കാർ കേരളത്തിലുള്ളപ്പോ ആർക്കോട്ട് ചെയ്യണം? ആർക്കോട്ട് ചെയ്യണം? വീട്ടിന്റെ അകത്ത് അരിയും പച്ചക്കറിയും മുറിച്ച് ചട്ടിയും കലവും മെഴുക്കി, ഇന്നിപ്പോ ചാരമൊന്നുമില്ല എങ്കിലും അടുക്കളപ്പണി മാത്രം ചെയ്യുന്ന അമ്മമാർ, മറ്റൊരു ബാധ്യതകളുമില്ല, ഒരു പൊട്ട് മേടിക്കാൻ പൈസക്ക്. ഒരു കുട്ടി ഒന്ന് വന്ന് ചോദിച്ചാൽ അവർക്കൊരു പോക്കറ്റ് മണിക്ക് എടുത്തു കൊടുക്കാൻ 50 രൂപയില്ലാത്ത വീട്ടമ്മമാർ, അവർക്ക് നമ്മുടെ സർക്കാർ 1000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഉപാധികളുമില്ലാതെ. ഒരു ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും ചോദിക്കാതെ നമ്മളുടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് 1000 രൂപ പെൻഷൻ കൊടുക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ 2ാം പിണറായി സർക്കാരിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ 2500 രൂപ വരെ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞതിന്റെ ആദ്യ ഗഡുവായിട്ട് 1000 രൂപ പെൻഷൻ ഈ മാസം മുതൽ നമ്മുടെ വീട്ടമ്മമാർക്ക് കയ്യിൽ കിട്ടുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനായി കിട്ടുന്ന 2000 രൂപയ്ക്ക് അധികമായിട്ട് നമ്മളുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് ഈ 1000 രൂപയും, കുട്ടികൾക്ക് പറഞ്ഞ 1000 രൂപയും. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ വോട്ടർമാർ 2 കോടി ആളുകൾ ഉണ്ടെങ്കിൽ അവരിൽ പകുതിയിൽ വരുന്ന ശതമാനം ആൾക്കാർ ഗവൺമെന്റിന്റെ, കേരള സർക്കാരിന്റെ ഡയറക്റ്റ്, നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കും ഞാൻ മാത്രം വാങ്ങുന്നതെന്ന്. അങ്ങനെയല്ല, 1 കോടിയോളം വരുന്ന കേരള ജനതയുടെ ജനങ്ങൾ ഡയറക്റ്റ് സർക്കാരിന്റെ പണം, ഡയറക്റ്റ് പണമായിട്ട് ആനുകൂല്യം പറ്റുന്ന ഒരു നിലപാടുള്ള കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളിടത്ത് തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചെറുതായി കാണരുത്. ആരോഗ്യ സംവിധാനത്തിൽ ശിശുമരണ നിരക്കിൽ ഇങ്ങനെ ഏത് നോക്കിയാലും കേരളം 1ാമത് എന്ന് പറയുന്നത് വെറുതെ ഒരു ദിവസം ഉണ്ടായതല്ല. അത് നിശ്ചയദാർഢ്യത്തോടുകൂടി, ദിശാബോധത്തോടുകൂടി ഒരു സർക്കാർ നേതൃത്വം കൊടുത്തുകൊണ്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ വേണ്ട വിധം ചലിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറയുകയാണ്. ഇവിടെ വ്യവസായ കോൺക്ലേവ് നടന്നു. 2 ലക്ഷം കോടിയുടെ പുതിയ സംരംഭങ്ങൾ കേരളത്തിലേക്ക് വരുന്നു. ഈ 2 ലക്ഷം കോടിയുടെ പുതിയ സംരംഭങ്ങളിൽ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സഖാവ് രാജേഷും വ്യവസായ വകുപ്പ് മന്ത്രി സഖാവ് പി രാജീവും കൂടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന സ്ഥലത്താണ് ഈ സ്ഥാനാർത്ഥികൾ ഇവിടെ ഇരിക്കുന്നത്. ജോലി ആർക്ക് കിട്ടണം, എങ്ങനെ കിട്ടണം എന്നൊക്കെ തീരുമാനിക്കാൻ ഈ സ്ഥാനാർത്ഥികൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ച